Dear students, welcome to the online class of Farouk Higher Secondary School. I am Rashmi Manoj Kumar, Department of Zoology. ഇന്ന് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിലെ ബാക്കി ഭാഗങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ഒക്കെ കണ്ടു. അതിൽ നാച്ചുറൽ മെത്തേഡും ബാരിയർ മെത്തേഡും ആർട്ടിഫിഷ്യൽ മെത്തേഡും എല്ലാം കണ്ടു. ഇനി നമുക്കുള്ളത് അതിനകത്തുള്ള അടുത്ത ടോപ്പിക്കായ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയാണ്. അപ്പം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ MTP, അതാണ് അതിൻ്റെ MTPൻ്റെ ഫുൾ ഫോമാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഈ ഒരു ടേം ചോദിക്കാറുണ്ട് കേട്ടോ, ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത്. എന്താണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി? അങ്ങനെ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് അബോർഷൻസ്. വി ക്യാൻ സേ ഇറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് അബോർഷൻസ്. അപ്പോൾ MTP അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻറ്റൻഷണൽ ആൻഡ് വോളണ്ടറി ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ഇറ്റ്സ് കംപ്ലീഷൻ. അതായത് ഒരു ഫീറ്റസ് ഡെവലപ്പായിട്ട് ഫുൾ ടേം ആകുന്നതിന് മുന്നേ, നമ്മൾ പറഞ്ഞു 9 months ആണ് നമ്മുടെ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുമല്ലോ. ഹ്യൂമൻ ബീയിങ്സിൻ്റെ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് 9 months ആണ്. ആ 9 months ആകുന്നതിന് മുന്നേ എപ്പോഴെങ്കിലും ഇൻറ്റൻഷനലി നമ്മൾ വേണമെന്ന് വെച്ചിട്ട് ആ ഒരു പ്രഗ്നൻസിനെ സ്റ്റോപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അബോർഷൻ അഥവാ MTP എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഡെഫിനിഷൻ എഴുതിക്കോളൂ. ഇറ്റ് ഈസ് ദ ഇൻറ്റൻഷണൽ ആൻഡ് വോളണ്ടറി ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ഫുൾ ടേം. അപ്പോൾ ഈ MTP എന്ന മെത്തേഡ് നമുക്കൊരു ബർത്ത് കൺട്രോൾ മെത്തേഡായിട്ടൊന്നും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. Because it is legalized by India government in 1971. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ലീഗലൈസ് ചെയ്തു ഇന്ത്യ ഗവൺമെൻറ് ഇൻ 1971. അപ്പോൾ ആ ലീഗലൈസ് ചെയ്തതിന് ശേഷം ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ 2 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്നുകിൽ മദറിൻ്റെയോ ഫീറ്റസിൻ്റെയോ ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് വരണം, അതല്ലെങ്കിൽ to avoid unwanted pregnancies like due to rape cases and casual relationship, അതിലൂടെയുള്ള അൺവാണ്ടഡ് പ്രഗ്നൻസീസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും MTP യൂസ് ചെയ്യാം. ഈ 2 സിറ്റുവേഷനിൽ മാത്രമേ ഈ ഒരു മെത്തേഡ് ബർത്ത് കൺട്രോൾ ആയിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരു യൂഷ്വൽ മെത്തേഡായിട്ട് MTP യൂസ് ചെയ്യരുത്. അപ്പോൾ എന്തിനായിരിക്കും ഈ MTP ലീഗലൈസ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രിവെൻഷൻ വെച്ചിട്ടുണ്ടാവുക അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അതായത് ടു അവോയ്ഡ് ഫീമെയിൽ ഫീറ്റിസൈഡ്സ്. നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് സെക്സ് ഡിറ്റർമൈൻ ചെയ്തിട്ട് ഏതാണ് കുട്ടിയെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അത് പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടീനെ കൊന്നു കളയാൻ വേണ്ടിയിട്ട്, ആ കുട്ടീനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്ത് വന്നിരുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ചും, കേരളത്തിലും ഒരു കാലത്ത് ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നൊരു മെത്തേഡാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നിൽക്കാൻ വേണ്ടിയിട്ട് ഫീമെയിൽ ഫീറ്റിസൈഡ് അല്ലെങ്കിൽ ടു ചെക്ക് സെക്സ് ഇൻഡിസ്ക്രിമിനേഷൻ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു MTP എന്നുള്ളത് ലീഗലൈസ് ചെയ്തത്. അപ്പം അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് MTP ലീഗലൈസ് ചെയ്തിട്ടുള്ളത്. സോ MTP ഹെൽപ്സ് ടു സ്റ്റോപ്പ് അല്ലെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റോപ്പ് ഇല്ലീഗൽ ഓർ ഇൻഡിസ്ക്രിമിനേറ്റ് ഫീമെയിൽ ഫീറ്റിസൈഡ്. വി ക്യാൻ സേ MTP ഹെൽപ്സ് ടു ചെക്ക് ഇല്ലീഗൽ ആൻഡ് ഇൻഡിസ്ക്രിമിനേറ്റ് ഫീമെയിൽ ഫീറ്റിസൈഡ്. ഇപ്പം നമ്മൾ MTPൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, ഏതൊക്കെ ടൈമിലാണ് MTP യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി MTP ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഡ്യൂറിങ് ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മാത്രമേ MTP നോർമലി മെഡിക്കലി അത് ഏറ്റവും സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ്. സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോഴേക്കും MTP ഈസ് ബിക്കമിങ് മോർ കോംപ്ലിക്കേറ്റഡ് ബിക്കോസ് ദ ഫീറ്റൽ ടിഷ്യൂസ് ആർ മോർ കണക്റ്റഡ് വിത്ത് ദ മദർ ടിഷ്യൂസ്. മദറിൻ്റെ ബോഡിയിലെ ടിഷ്യൂസുമായിട്ട് കൂടുതലായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഫീറ്റൽ ബോഡി ടിഷ്യൂസിന് വരുന്നു. അതുകൊണ്ടാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ തൊട്ട് MTPക്ക് കുറച്ചും കൂടെ റിസ്കി ആയിട്ട് മാറുന്നത്. MTP എന്ന പ്രോസസ്സ് ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ളത്. സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോഴേക്കും ഇറ്റ് ബിക്കം മോർ കോംപ്ലിക്കേറ്റഡ്. ഇനി പ്രോബ്ലംസ് റിലേറ്റഡ് ടു MTP റിലേറ്റ് ചെയ്തേക്കുന്ന പ്രോബ്ലംസ് എന്തായിരിക്കും? അതായത് MTP എന്ന പ്രോസസ്സ് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഒരു MTP എന്ന പ്രോസസ്സ് ഒരു ക്വാളിഫൈഡ് ഡോക്ടർ അല്ല ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഇല്ലീഗലായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് മേ ബി ഫേറ്റൽ ടു
ബോത്ത് മദർ ആൻഡ് ദ ഫീറ്റസ്. ആ കുട്ടിക്കും അമ്മയ്ക്കും അത് ഫേറ്റൽ ആയി തീരാം, അല്ലെങ്കിൽ ഇറ്റ് മേ ക്രിയേറ്റ് മെനി ബോഡി ഇഷ്യൂസ് ഫോർ ദ മദർ ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ആ മദറിൻ്റെ ബോഡിയിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കും ഈ MTP എന്ന പ്രോസസ്സ് കാരണമാകും. അതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി ഡൺ ലീഗലി ആൻഡ് വിത്ത് എ ഗുഡ് ഡോക്ടർ. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അമ്നിയോസെൻറ്റസിസ് എന്നൊരു പ്രോസസ്സ് ഉണ്ട്. അമ്നിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞാൽ നോർമലി കുട്ടിക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബോഡിക്കകത്തുനിന്ന് ഫീറ്റസിൻ്റെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്താൽ വി ക്യാൻ ഡയഗ്നോസ് വേരിയസ് ബർത്ത് ഡിഫക്ട്സ്. ബട്ട് മോസ്റ്റ്ലി ആ ഒരു അമ്നിയോസെൻറ്റസിസ് എന്ന പ്രോസസ്സിൽ നമുക്ക് സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ നടത്തിയിട്ടും ഈ MTP എന്ന പ്രൊസീജിയർ നടത്തുന്നുണ്ട്. അപ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുന്നത് ഫീമെയിൽ ആണെങ്കിൽ ആ ഫീമെയിലിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫീമെയിൽ ഫീറ്റസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും MTP നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് MTPനെ കൊണ്ടുള്ള പ്രോബ്ലംസ്. 2 പ്രോബ്ലംസാണ് പറഞ്ഞത്. ഒന്ന്, ഈ ഇല്ലീഗലി നടത്തുന്ന അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അല്ല ഈ ഒരു MTP പ്രൊസീജിയർ നടത്തുന്നതെങ്കിൽ ദാറ്റ് മേ ബി കോസ് ഹാംഫുൾ ടു ദാറ്റ് മേ ബി കോസ് ഡാമേജ് ടു ദ ദാറ്റ് ആർ ഡേഞ്ചറസ് ടു ബോത്ത് ദ മദർ ആൻഡ് ദ ഫീറ്റസ്. ആൻഡ് ഇനി അമ്നിയോസെൻറ്റസിസ് എന്ന പ്രോസസ്സിലൂടെ സെക്സ് ഡിറ്റർമിനേഷൻ നടത്തിയിട്ട് ദാറ്റ് ഇസ് ഓൾസോ ലീഡ്സ് ടു ഇല്ലീഗൽ MTPs. ഇത്രയുമാണ് MTPനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഓർ STDs. എന്തായിരിക്കും ഇത്? It is disease or infections transmitted through sexual intercourse. സെക്ഷൽ ഇൻ്റർകോഴ്സ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസുകളെയാണ് നമ്മൾ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസീസ് ആയിട്ട് തന്നെ വരാം. നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു 8 ഡിസീസസ് പഠിക്കാനുണ്ട്. സോ വി ഹാവ് ടു സ്റ്റഡി 8 സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ദേ ആർ ഗൊണറിയ, സിഫിലിസ്, ജെനിറ്റൽ ഹെർബ്സ്, ക്ലാമിഡിയാസിസ്, genital warts, trichomoniasis, hepatitis B, AIDS and HIV. AIDS or AIDS by HIV. അപ്പോൾ ഇതിൽ എയ്ഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു പേരാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ 8 ഡിസീസസിൽ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് എയ്ഡ്സ് ഈ 2 ഡിസീസസും ഇൻക്യൂറബിൾ ആണ്. അത് ക്യൂർ ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാ ഡിസീസസും നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. ഇനി ഈ 2 ഡിസീസ് ഹെപ്പറ്റൈറ്റിസ് ബിക്കും എയ്ഡ്സിനും മറ്റ് ഡിസീസസിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഇത് 2 ഡിസീസസും സെക്ഷൽ കോയിറ്റസിലൂടെ മാത്രമല്ല, സെക്ഷൽ ഇൻ്റർകോഴ്സിലൂടെ മാത്രമല്ല പകരുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ബി സ്പ്രെഡ് ത്രൂ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അതായത് ഹെപ്പറ്റൈറ്റിസ് ബിയോ എയ്ഡ്സോ ഉള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയാലും അത് പകരാം. ദെൻ യൂസ്ഡ് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ഇഞ്ചക്ഷൻസും അതുപോലെ സിറിഞ്ച്, അതുപോലെ മറ്റ് മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ യൂസ് ചെയ്ത ഹെപ്പറ്റൈറ്റിസ് ബിയോ എയ്ഡ്സോ ഉള്ള രോഗി യൂസ് ചെയ്ത ഇതുപോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്താലും ഈ പറഞ്ഞേക്കുന്ന ഡിസീസ് പകരാം. പിന്നെ മദർ ടു ഫീറ്റസ്, മദറിൻ്റെ ബോഡിയിൽ നിന്ന് ഫീറ്റസിലേക്കും ഈ 2 ഡിസീസും പകരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഡിസീസിൻ്റെ ഒരു ജനറൽ ഐഡിയ എന്ന് പറയുന്നത്. സോ ഈ ഡിസീസിൻ്റെ എല്ലാം കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് ഇച്ചിങ്, ഫ്ലൂയിഡ് ഡിസ്ചാർജ്, സ്ലൈറ്റ് പെയിൻ ആൻഡ് സ്വെല്ലിംഗ് ഇൻ ദ ജെനിറ്റൽ പാർട്സ്. ഇതെല്ലാമാണ് ഈ എല്ലാ ഡിസീസിനുള്ള കോമൺ സിംറ്റംസ് എന്ന് പറയുന്നത്. ബട്ട് ഈ സിംറ്റംസ് എല്ലാം എല്ലാവരിലും ഒരുപോലെ കാണണമെന്നില്ല. അത് മാത്രമല്ല, ഈ സിംറ്റംസ് ഈ ഡിസീസ് കുറച്ചും കൂടെ ഒന്ന് സ്പ്രെഡ് ആയതിനു ശേഷം മാത്രമേ കാണുകയുള്ളൂ, അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഡിസീസിനൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഏർലി കണ്ടുപിടിച്ച, ഏറ്റവും ആദ്യം തന്നെ നമ്മളിത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ക്യൂർ കംപ്ലീറ്റ്ലി. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും അതുപോലെ തന്നെ ജെനിറ്റൽ ഹെർബ്സും ഒഴികെ ബാക്കി എല്ലാ ഡിസീസുകളും ആദ്യം തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും. ബട്ട് വി നോ ഒരു നോർമൽ ആയിട്ടുള്ള നോർമൽ കപ്പിൾ ആയിട്ട് ജീവിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് നോക്കി ജീവിക്കുന്ന ആളുകൾക്കൊന്നും ഇങ്ങനത്തെ ഡിസോർഡേഴ്സ് വരില്ല. എന്തെങ്കിലും മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ളവർക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള മെത്തേഡ്സിലൂടെയൊക്കെ ഈ ഡിസോർഡർ പരക്കുകയുള്ളൂ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ആളുകൾ സൊസൈറ്റിയിലുള്ള ഒരു സോഷ്യൽ സ്റ്റിഗ്മ വെച്ചിട്ട് ഇത് ട്രീറ്റ് ചെയ്യാൻ മടിക്കുന്തോറും അവരിൽ ഈ ഡിസീസ് കൂടുതൽ വൾണറബിളായി മാറിക്കൊണ്ടിരിക്കും, കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് അത് ഫേറ്റലായിട്ടൊക്കെ മാറുന്നത്.
ബട്ട് HIV-ക്കും ഹെപ്പറ്റൈറ്റിസ് ബിക്കും ഒന്നും ഇതുവരെ വാക്സിൻസ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ബാക്കിയുള്ളതെല്ലാം ഇയർലി സ്റ്റേജിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ക്യൂർ ചെയ്യാൻ പറ്റും. പിന്നെ മോസ്റ്റ്ലി 15 to 24 ഇയർ ഓൾഡ് ഏജിലുള്ള ആളുകൾക്കാണ് ഈ ഡിസീസസ് പെട്ടെന്ന് പിടിക്കാൻ സാധ്യതയുള്ളത്. അവരാണ് കൂടുതൽ ഈ ഡിസീസിന് സെൻസിറ്റീവ് ആയിട്ടുള്ളത്. സോ ബി കെയർഫുൾ ഇൻ ദാറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റ്ലി പ്രിവെൻറ്റ് ബൈ യൂസിങ് 3 മേജർ പ്രിൻസിപ്പിൾസ്. 3 പ്രിൻസിപ്പിൾസ് ആണ് ഇതിൽ നമ്മൾ മെയിനായിട്ട് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 മേജർ പ്രിൻസിപ്പിൾ ഉണ്ട്. ഫസ്റ്റ് വൺ, അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പേഴ്സൺസ് ഓർ അവോയ്ഡ് സെക്സ് വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ടുള്ള സെക്സോ അല്ലെങ്കിൽ അൺനോൺ പേഴ്സൺസുമായിട്ടുള്ള ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് അവോയ്ഡ് ചെയ്യാം. ആൻഡ് സെക്കൻഡ് വൺ, യൂസ് കോണ്ടംസ് വൈൽ സെക്ഷൽ ഇൻ്റർകോഴ്സ്. സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുമ്പം കോണ്ടംസ് യൂസ് ചെയ്താൽ ഒരു പരിധി വരെ ഇത്തരം ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിലെ ചില ഡിസീസുകൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ തേർഡ് മെത്തേഡ് ഈസ്, if we detect or if we feel any symptoms of these diseases, then we don't hesitate to consult a doctor or a good doctor. ഒരു നല്ല ഡോക്ടറെ തന്നെ പോയി കാണണം. വെറുതെ ഏതെങ്കിലും ആളെ പോയി കണ്ടാൽ പോരാ, നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇറ്റ് ഷുഡ് ബി ക്യൂർ കംപ്ലീറ്റ്ലി. അത് പ്രോപ്പറായിട്ട് ഇറ്റ് ഷുഡ് ബി ട്രീറ്റ് പ്രോപ്പർലി ടു ക്യൂർ കംപ്ലീറ്റ്ലി. അത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ ആ ഒരു ഡിസീസ് നമുക്ക് ഇല്ലാതെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വി ക്യാൻ അവോയ്ഡ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ഇറ്റ് ഈസ് എ മേജർ ത്രെറ്റ് ടു ദ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഒരു ഹെൽത്തി സൊസൈറ്റിക്കുള്ള ഒരു മേജർ ത്രെട്ടാണ് ഈ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലേ, എയ്ഡ്സ് ഒക്കെ വന്നിട്ട് ഒരുപാട് പേര്, ഇപ്പോൾ മദർ ടു ഫീറ്റസ് ഒക്കെ എയ്ഡ്സ് സ്പ്രെഡ് ചെയ്യുന്ന കേസൊക്കെ വരുന്നതുകൊണ്ട് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണത്. കാരണം ചിലപ്പോൾ അവരുടെ പാർട്ട്ണർ ആയിരിക്കാം ഇതുപോലെയുള്ള മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ട് കോണ്ടാക്റ്റ് വന്നിട്ടുള്ളത്. എന്നാൽ പോലും ആ ഒരു മദറിൽ നിന്നും ഫീറ്റസിലേക്ക് വരെ ഈ ഒരു ഡിസീസ് വരുന്നു. ആ ഡിസീസ് വന്നാൽ മാറില്ല. എയ്ഡ്സ് പോലെ ഡിസീസ് ഒന്നും വന്നാൽ മാറില്ല. സോ ഓൾ ഓഫ് യു ഷുഡ് കെയർഫുൾ അബൌട്ട് ദ ട്രാൻസ്മിഷൻ മെത്തേഡ്സ് ഓഫ് ദീസ് ഡിസീസസ്. ഇത്രയുമാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, ആൻഡ് STD, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. അപ്പോൾ MTP എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ ഇൻറ്റൻഷണൽ ആൻഡ് വോളണ്ടറി ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ഫുൾ ടേം. അതായത് ഒരു കുട്ടിയുടെ, ഒരു ഫീറ്റസിൻ്റെ ഗ്രോത്തിൻ്റെ, എംബ്രിയോയുടെ ഫുൾ ടേം ആകുന്നതിന് മുന്നേ തന്നെ, നമ്മൾ 9 months ആകുന്നതിന് മുന്നേ എപ്പോഴെങ്കിലും ഇൻറ്റൻഷനലി നമ്മൾ ആ ഒരു പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യുക, ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അതിൻ്റെ ഇമ്പോർട്ടൻസും അത് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ സിറ്റുവേഷൻസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇൻ കം ടു STD. STD എന്ന് പറഞ്ഞാൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ്. അതായത് സെക്ഷുവൽ ഇൻ്റർകോഴ്സിലൂടെ മാത്രം വരുന്ന, സ്പ്രെഡ് ആവുന്ന ഡിസീസാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. അതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് ഡിസീസസ് എന്ന് ചോദിക്കാം. ഒരു 8 ഡിസീസസ് ഞാൻ പറഞ്ഞു. ആ ഡിസീസിൻ്റെ പേരൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ദെൻ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ. സെക്ഷുവൽ ഇൻ്റർകോഴ്സ് ആണ്. ബേസിക് കാരണം എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ ഇൻ്റർകോഴ്സ് ആണ്. ഇനി ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ എയ്ഡ്സ് പോലുള്ള ഡിസീസസ് ആണെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാൻ മറ്റു ചില കാരണങ്ങളും കൂടി പറഞ്ഞു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പറഞ്ഞു, സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ യൂസ് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ മദർ ടു ഫീറ്റസ് എന്ന ഒരു മെത്തേഡും പറഞ്ഞു. ഇനി ഈ ഒരു ഡിസോർഡേഴ്സിൻ്റെ പ്രിവെൻഷന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന 3 ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് പറഞ്ഞു. അവോയ്ഡ് സെക്സ് വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഓർ അൺനോൺ പേഴ്സൺസ് ആൻഡ് യൂസ് കോണ്ടംസ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്. അത് ആ ഒരു ഡിസോർഡർ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തന്നെ അപ്പോൾ തന്നെ പ്രോപ്പറായിട്ട് അത് ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഓർത്തിരിക്കേണ്ടത്. ഇതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. സോ ദാറ്റ് ഈസ് ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.